പ്രൈസ് ലോൺ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാധുര്യമുള്ള നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ കൂടി വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാനും ദൈവം നമുക്ക് അവസരങ്ങൾ നൽകുന്നുവല്ലോ. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വന്യ പരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം സഹായിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിപ്പാൻ വേണ്ടി പോകുന്ന വിഷയം സ്തോത്രം. പഴയ നിയമത്തിലെ വിശുദ്ധന്മാരിൽ ഒരാളായ, ആർക്കും ഏതു സമയത്തും മാതൃകയാക്കാൻ ഒരല്പം പോലും ആലോചിക്കേണ്ടതായിട്ടില്ലാത്ത ദൈവപുരുഷനായ ദാനിയേലിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദാനിയേലിനെ കുറിച്ച് നിശ്ചയമായും നാം അറിഞ്ഞിരിക്കേണ്ട ചില ഭാഗങ്ങൾ നമുക്ക് ഇന്ന് ചിന്തിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ദാനിയേലിൻ്റെ ചരിത്രം മുഴുവൻ പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ദാനിയേലിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തി ഉണർത്താം എന്നാണ് ചിന്തിക്കുന്നത്. ദാനിയേൽ പ്രാർത്ഥിച്ച ചില രീതികൾ നമുക്കെന്തുകൊണ്ടും മാതൃക തന്നെയാണ്. സ്തോത്രം. ദാനിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം ന്യായാധിപതി എന്നാണ്. ദാനിയേലിൻ്റെ കുടുംബമോ ഗോത്രമോ ഒന്നും ബൈബിൾ പരാമർശിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിളങ്ങുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ദൈവം ന്യായാധിപതിയാകുന്നു എന്നുള്ളത്. സ്തോത്രം. അപ്പോൾ ദാനിയേൽ തൻ്റെ കൗമാരപ്രായത്തിലാണ് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരുന്നത്. 70 വർഷത്തെ ബാബിലോൺ പ്രവാസത്തിൽ താൻ പോകേണ്ടി വരുന്നത്. എന്നാൽ പ്രവാസത്തിൽ വെച്ച് കൊട്ടാരത്തിലെ ജോലിക്കായി രാജവംശത്തിൽപ്പെട്ട ബുദ്ധിയും നിപുണതയുമുള്ള യഹൂദാബാലന്മാരെ തിരക്കിയ കൂട്ടത്തിൽ ദാനിയേലിനും കൊട്ടാരത്തിൽ ഉദ്യോഗസ്ഥരായി പരിഗണിക്കപ്പെട്ട് ആ ജോലി ചെയ്യേണ്ടി വന്നു. സ്തോത്രം. ദാനിയേലിൻ്റെ കൂടെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ നമുക്കറിയാം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ ചെറുപ്പക്കാരെ നമുക്കറിയാം. അങ്ങനെ വേദപുസ്തകം ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ 4 പേർ, ദാനിയേൽ ഉൾപ്പെടെയുള്ള ഈ 4 ചെറുപ്പക്കാർ യഹൂദയിലെ സിദക്കിയാവ് എന്ന് പറയുന്ന രാജാവിൻ്റെ ബന്ധുക്കളായിരുന്നെന്നാണ് യഹൂദ ചരിത്രകാരനായ ജോസഫസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഈ ദാനിയേലിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പ്രാരംഭമായി ഓർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലേക്ക് വരാം. നമ്മുടെ പ്രഭാതം നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണല്ലോ എല്ലാ ദിവസവും കൂടുന്നത്. നമുക്ക് എന്തുകൊണ്ടും ഇത് അനുയോജ്യമായിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. സ്തോത്രം. ദാനിയേലിനെ കുറിച്ചുള്ള ഒന്നാമത്തെ കാര്യം, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനാണ് ദാനിയേൽ. ബൈബിളിൽ നമ്മൾ ആരെ എടുത്താലും എന്തെങ്കിലുമൊക്കെ ന്യൂനത കാണും. പറയാൻ ഒരു ന്യൂനതയും ഇല്ലാത്ത 2 പേർ ബൈബിളുള്ളതിൽ ഒരാൾ യോസഫും ഒരാൾ ദാനിയേലുമാണ്. സ്തോത്രം. ദാനിയേലിന് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള സാഹചര്യത്തിലല്ല താൻ ജീവിച്ചത്. അശുദ്ധനാക്കപ്പെടേണ്ട സാഹചര്യം തൻ്റെ ജീവിതത്തിൽ വന്നു.
പക്ഷേ അവിടെയും പാപത്തിനോട് പ്രാണത്യാഗത്തോളം പോരാടിയ ദാനിയേലിനെയാണ് നാം കാണുന്നത്. സ്തോത്രം. നോക്കുക, ബാബിലോണിലും അശുദ്ധമാക്കുവാനുള്ള ഭക്ഷണങ്ങൾ, പാനീയങ്ങളൊക്കെ കുടിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴും തന്നെത്താൻ അശുദ്ധമാക്കത്തില്ലെന്നൊരു നിർണയം ദാനിയേലും കൂട്ടുകാരും എടുത്തു എന്നാണ് കാണുന്നത്. പ്രിയരെ, നമ്മൾ ജീവിക്കുന്ന ജീവിത കാലഘട്ടത്തിൽ ചുറ്റും അശുദ്ധിയുള്ള ജനത്തിന്റെ നടുവിൽ നാം പാർക്കുമ്പോൾ നാം ഒരു വിശുദ്ധ ജീവിതത്തിന് സമർപ്പിക്കപ്പെട്ടു എന്ന് നമ്മെക്കുറിച്ചൊരു പേര് ഒരാൾ പറയണമെങ്കിൽ നാം അതിന് അനുകൂലമായ സാഹചര്യത്തിൽ ജീവിച്ചിട്ട് വിശുദ്ധ ജീവിതം ചെയ്തു എന്നതുകൊണ്ട് അർത്ഥമില്ല. പകരം യാതൊരു സാഹചര്യവും വിശുദ്ധ ജീവിതത്തിന് ഇല്ലാതിരിക്കുമ്പോഴും ഏതു സാഹചര്യത്തിൻ്റെ നടുവിലും തന്നെത്താൻ അശുദ്ധമാക്കത്തില്ല എന്നുള്ള നിർണയമെടുത്ത ദാനിയേലിനെ പോലെ ഈ തലമുറയിൽ പോരാടാൻ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായി നാം ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. സാധാരണ ബാബിലോണിയ ദേവന്മാർക്ക് വേണ്ടി അവർ അർപ്പിക്കുന്നത്, സ്തോത്രം, ബാബിലോണിയ ദേവന്മാരുടെ വിഗ്രഹാർപ്പിതമായിട്ട് അവർ അർപ്പിക്കുന്നതാണ് ഈ പാനീയങ്ങളും ഭക്ഷണങ്ങളുമൊക്കെ. പ്രത്യേകിച്ച് കൊട്ടാരത്തിൽ ഉപയോഗിക്കുന്ന മദ്യം, ഇതെല്ലാം ദാനിയേലിന് വേണ്ട. പാനീയങ്ങളും ഭക്ഷണങ്ങളും വേണ്ടാതെ വെക്കാൻ കാര്യം ദാനിയേലിനറിയാം, ഇതെല്ലാം അവരുടെ ദേവന്മാർക്ക് വിഗ്രഹാർപ്പിതമായി അർപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തന്നെത്താൻ അശുദ്ധമാക്കാതിരിപ്പാൻ ഹൃദയ നിർണയമുണ്ടായിരുന്ന ദാനിയേലിനെയാണ് നാം കണ്ടത്. സ്തോത്രം. പ്രിയരെ, ഏത് പദവിയിലാണെങ്കിലും നാം എത്ര ഉയർച്ചയിലാണെങ്കിലും തന്നെത്താൻ അശുദ്ധരാകാതെ കാത്തു സൂക്ഷിക്കേണ്ട കടമ നമുക്ക് തന്നെയാണ്. സ്തോത്രം. നാം അതിന് പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ, സ്തോത്രം, എന്താ പ്രത്യേകത? അതെ, നാം അതിനുവേണ്ടി വില കൊടുത്താൽ ദാനിയേലിന് സംഭവിച്ചത് എന്താണ്? സ്തോത്രം. അവിടെ ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 8-ാം വാക്യം, 12-ാം വാക്യം, 15-ാം വാക്യം, 17-ാം വാക്യം, 20-ാം വാക്യം ഒക്കെ വായിക്കുമ്പോൾ ദാനിയേലിന് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, രാജാവ് കൊടുത്ത വിഭവങ്ങളോ രാജാവ് കൊടുത്ത പാനീയങ്ങളോ കൂടാതെ പുഷ്ടിയും ഓജസ്സും ഉണ്ടാക്കുവാൻ മാനുഷികമായി സാധ്യതയില്ലാതിരിക്കുകയാണ്. കാരണം എന്താണ് മാനുഷികമായ സാധ്യതയില്ലാത്തത്? രാജാവിൻ്റെ ഭക്ഷണവും പാനീയം വേണ്ടാന്ന് വെച്ചപ്പോൾ തന്നെ പുഷ്ടിയും ഓജസ്സും തേജസ്സും ഉണ്ടാകാനുള്ള മാനുഷിക സാധ്യത പോയി. എന്നാൽ ഇതെല്ലാം ഒഴിവാക്കിയിട്ടും ദാനിയേലിനെയും കൂട്ടരെയും രാജമുമ്പാകെ കൊണ്ട് നിർത്തുമ്പോൾ എന്താ സംഭവിച്ചത്? 10 ഇരട്ടി വിശ്വസ്തരായിട്ട് അവർ ഓജസ്സും തേജസ്സുമുള്ളവരായി വിളങ്ങാൻ കാരണം അവരിൽ വ്യാപരിച്ച ദൈവകൃപയാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടി പറയുന്നു, ഈ ലോകത്തിലെ ഭക്ഷണങ്ങൾക്കും പാനീയങ്ങൾക്കും മേക്കപ്പുകൾക്കും തരാൻ കഴിയാത്ത ഒരസാധാരണകരമായ ഓജസ്സും തേജസ്സും അസാധാരണകരമായ വിശിഷ്ടമായി വിളങ്ങാനുള്ള ഏത് മാധ്യവും തരുവാൻ നിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്ക് കഴിയും. സ്തോത്രം. അതുകൊണ്ടാണ് സാറയുടെ മുഖം തേജസ്സിനാൽ നിറഞ്ഞപ്പോൾ കൊട്ടാരത്തിനകത്തു വരെ അവളുടെ സൗന്ദര്യം അത് ചർച്ചാ വിഷയമായത്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിലെത്തിയ ഒരു സാറായിക്ക് ഇത്രയും സൗന്ദര്യം രാജകൊട്ടാരത്തിൻ്റെ അകത്ത് ചർച്ചയാകണമെങ്കിൽ സാറയെ നിന്റെ മേൽ വ്യാപരിക്കുന്നത് സാധാരണ തേജസ്സല്ല, സ്വർഗം ഡയറക്റ്റ് നൽകിയ തേജസ്സാണ്. സ്തോത്രം. നോക്കുക, അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ദാനിയേലിനെ പോലെ നമുക്ക് ഒന്നാമത് തീരുമാനമെടുക്കാം, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദാനിയേൽ. ഇനി രണ്ടാമത്തെ പ്രത്യേകത, സ്തോത്രം, ഉന്നത പദവിയിൽ ഇരിക്കുമ്പോഴും, സ്തോത്രം, ഉന്നത ഭരണാധിപനായിരിക്കുമ്പോഴും, സ്തോത്രം, ഉന്നത ശ്രേണിയിൽ ദാനിയേൽ ഇരിക്കുമ്പോഴും അദ്ദേഹം നല്ല ആത്മീകനായി ഒരു ശുശ്രൂഷകനായി ജീവിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൽ ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത. സ്തോത്രം. നോക്കിയേ,
അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സാധാരണ ആളുകൾക്ക് എന്തെങ്കിലും ഒരു പദവി വന്നു കഴിഞ്ഞാൽ അവരുടെ ശുശ്രൂഷയും ആത്മീകത്തെയും ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സ്തോത്രം. പക്ഷെ ദാനിയേലിൽ ഞാൻ കണ്ടത്, ദാനിയേലിന് താൻ ലഭിച്ച പദവി തന്റെ ശുശ്രൂഷയ്ക്കോ ആത്മീകത്തിനോ ഒരു തടസ്സവും ഉണ്ടാക്കിയില്ല. പല ആളുകളും ഒരു നേതൃത്വത്തിലോ പദവിയിലോ ഒക്കെ വരുന്നിടം വരെയൊക്കെ വലിയ കുഴപ്പമില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെ കണക്കാണ്. പക്ഷെ ദാനിയേല് കൊട്ടാരത്തിൽ രാജാവിന്റെ ഏറ്റവും അടുത്തയാളായിരിക്കുമ്പോഴും അദ്ദേഹം ഒരു ആത്മീകനായും അദ്ദേഹം ഒരു ശുശ്രൂഷകനായും അദ്ദേഹം ജീവിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒരു ആത്മീകനായി ജീവിച്ചുകൊണ്ട്, ഒരു ശുശ്രൂഷകനായി ജീവിച്ചുകൊണ്ട് കൊട്ടാരത്തിലെ എല്ലാ ജോലികളും നിവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഇനി വിഗ്രഹാരാധിയാണ് തൻ്റെ രാജാവ്. സ്തോത്രം. ആ വിഗ്രഹാരാധിയായ രാജാവിനോട് കൂറ് പുലർത്തിക്കൊണ്ട് കൊട്ടാരത്തിൽ എല്ലാ ജോലിയും ചെയ്യാൻ തൻ്റെ ശുശ്രൂഷയോ തൻ്റെ സ്പിരിച്വാലിറ്റിയോ തടസ്സമായില്ല എന്നുള്ളതാണ് ദാനിയേലിൽ ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത, സ്തോത്രം, തിരുവെഴുത്തിന്റെ വായനയും ധ്യാനവും ശീലമാക്കിയവനായിരുന്നു ദാനിയേൽ. അതൊക്കെ ഒരു രാജ്യത്തിന്റെ രണ്ടാമനൊക്കെയാണ് ദാനിയേൽ. ഇത്രയും വലിയ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് എല്ലാ ദിവസവും തിരുവചനം വായിക്കുന്ന ശീലം ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ തന്നെ എല്ലാ ദിവസവും തിരുവെഴുത്ത് ധ്യാനിക്കുന്ന എത്ര ആളുകളുണ്ട്? സ്തോത്രം. നമുക്ക് തിരക്കൊന്നുമില്ലെങ്കിൽ, നമ്മുടെ മുമ്പിൽ സമയം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തേക്കാം. പക്ഷേ ദാനിയേലിനെ പോലൊരു മനുഷ്യൻ എല്ലാ ദിവസവും തിരുവെഴുത്തിന്റെ വായനയും ധ്യാനവും ഉള്ളവനായിരുന്നു ദാനിയേൽ. സ്തോത്രം. എന്ന് മാത്രമല്ല, തിരുവെഴുത്തിന്റെ ചുരുളുകൾ സൂക്ഷിക്കുന്നവനായിരുന്നു, ആ ചുരുളുകൾ വായിക്കുന്നവനുമായിരുന്നു ദാനിയേൽ. സ്തോത്രം. ആ ദാനിയേലിന്റെ വായനയും ധ്യാനവുമാണ് തങ്ങൾ വഹിക്കുന്ന പ്രവാസം 70 വർഷം കൊണ്ട് തീരുമെന്ന് ദാനിയേൽ ഗ്രഹിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? ഈ ദൈവവചന ധ്യാനവും ഈ ദൈവവചന ധ്യാനത്തിന്റെ ശീലവും ഇല്ലായിരുന്നെങ്കിൽ, ആ വായന ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു ഈ പ്രവാസം 70 വർഷം കൊണ്ട് അവസാനിക്കുമെന്ന്. ഇത് അവസാനിക്കുമെന്ന് മനസ്സിലാക്കാൻ കാരണം, സ്തോത്രം, ഈ വായനയും ഈ ധ്യാനവുമാണ്. സ്തോത്രം. പ്രിയരെ, ദാനിയേലിനെ കുറിച്ച് നാലാമതായി നമുക്ക് ചിന്തിക്കാനുള്ള കാര്യം, ഇദ്ദേഹം ഒരു സ്വപ്ന ദർശിയും വ്യാഖ്യാനിയുമായിരുന്നു. കൃപാവരം ഓപ്പറേറ്റ് ചെയ്ത ആളായിരുന്നു. എനിക്ക് രാജകൊട്ടാരത്തിലെ ഉന്നതനാകുമ്പോഴും കൃപാവര ശുശ്രൂഷയിൽ ലഭിച്ച സമയങ്ങളെല്ലാം ജ്വലിച്ച ഒരു സ്വപ്നദർശിയും വ്യാഖ്യാതാവുമായിരുന്നു ദാനിയേൽ. സ്തോത്രം. കൂടാതെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹം ഉത്കൃഷ്ട മാനസനായിരുന്നു. സ്തോത്രം. ഉത്കൃഷ്ട മാനസൻ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അദ്ദേഹം ഉത്കൃഷ്ട മാനസനായി വിളങ്ങിയത് എവിടെയാണ്? ദാര്യാവേശ് രാജാവായ കാലഘട്ടത്തിൽ 120 ഗവർണർമാരുണ്ടായിരുന്നു. അവരുടെ മുകളിൽ 3 അധ്യക്ഷന്മാരെയും രാജാവ് നിയമിച്ചു. രാജാവ് കഴിഞ്ഞാൽ അടുത്ത പദവി ഈ 3 പേർക്കാണ്. ഈ 120 പേർ ഗവർണർമാരുടെ മുകളിൽ വെച്ചിരിക്കുന്ന ഈ 3 അധ്യക്ഷന്മാർക്കാണ്. സ്തോത്രം. ഈ 123 പേർ ആര്? 120 ഗവർണർമാരും ഈ 3 അധ്യക്ഷന്മാരും. ഈ 123 പേരിൽ ഏറ്റവും വിശിഷ്ടനായി വിളങ്ങിയത് ദാനിയേലായിരുന്നു. അതാണ് ദാനിയേൽ ഉത്കൃഷ്ടമാനസനായത് കൊണ്ടാണ് ഈ 120 പേരുടെ അല്ലെങ്കിൽ 123 പേരുടെ മുകളിൽ വിളങ്ങാൻ ഉണ്ടായ പ്രധാന കാരണം. ഈ ദാനിയേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവൻ വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ചു എന്നാണ്. സ്തോത്രം. ജീവിതത്തിൽ ഒരു പ്രതികൂലം വന്നപ്പോൾ 80-ാമത്തെ വയസ്സിൽ സിംഹങ്ങളുടെ കൂട്ടിലേക്ക് പോകേണ്ടി വന്ന ആളാണ്, ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട്. സ്തോത്രം. ദൈവിക വിഷയത്തിൽ നിലനിന്നിട്ട് സിംഹങ്ങളുടെ കൂട്ടിലേക്ക് പോകേണ്ടി വന്ന ആളാണ്. പക്ഷേ വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ചു എന്നാണ് എബ്രായ ലേഖനം 11 പറയുന്നത്. ദാനിയേലിനോട് ചോദിക്കാം, ദാനിയേൽ പറയും, സിംഹങ്ങൾ എനിക്ക് കേടുവരാതിരിക്കേണ്ടതിന്, കേടുവരുത്താതിരിക്കേണ്ടതിന് ദൂതൻ വന്നവരുടെ വായടച്ചു കളഞ്ഞു. സ്തോത്രം. നിന്റെ അകത്ത് ആശ്രിതമായൊരു വിശ്വാസമുണ്ടെങ്കിൽ ഏത് സിംഹത്തിൻ്റെയും വായടയ്ക്കാൻ, സ്തോത്രം,
നിന്നിലെ വിശ്വാസത്തിന് കരുത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ഇനി ദാനിയേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ത്യകാലത്തെക്കുറിച്ച് കൃത്യമായ വെളിപ്പാട് ലഭിച്ചവനായിരുന്നു ദാനിയേൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം പ്രസംഗിക്കാൻ ദാനിയേലും വെളിപ്പാടും കൂടെ കമ്പയർ ചെയ്യുന്നത്. കാര്യം ദാനിയേലിനകത്താണ് അന്ത്യകാലത്തിലെ ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ സ്തോത്രം, ദാനിയേൽ നല്ല ദീർഘായുസ്സും നല്ല അന്ത്യവും പ്രാപിച്ച ആളായിട്ടാണ് ദാനിയേലിനെ കുറിച്ച് കാണുന്നത്. സ്തോത്രം. കൂടാതെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദാനിയേലിനെ കുറിച്ച് സാക്ഷിച്ചതായിട്ട് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യം കൂടി ലഭിച്ച ആളാണ് ദാനിയേൽ. ഇങ്ങനെ ദാനിയേലിനെ കുറിച്ച് നമുക്ക് വിവിധ പരാമർശങ്ങൾ ചിന്തിക്കാൻ കഴിയും. സ്തോത്രം. ഒന്ന്, അവൻ വിശുദ്ധ ജീവിതത്തിൽ സമർപ്പിക്കപ്പെട്ടവരായിരുന്നു. രണ്ട്, ഉന്നത ഭരണാധികാരത്തിലിരിക്കുമ്പോഴും ആത്മീകനായ ശുശ്രൂഷ നിലനിർത്തിയവനായിരുന്നു. മൂന്ന്, തിരുവചന ധ്യാനവും വായനയും ശീലമാക്കിയവനായിരുന്നു ദാനിയേൽ. സ്തോത്രം. നാല്, സ്വപ്നദർശിയും വ്യാഖ്യാതാവുമായി കൃപാവരം ജ്വലിപ്പിച്ച മനുഷ്യനായിരുന്നു. സ്തോത്രം. അഞ്ച്, ഉത്കൃഷ്ടമാനസനായിരുന്നു. ആറ്, വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ചവനായിരുന്നു. ഏഴ്, അന്ത്യകാലത്തെക്കുറിച്ചുള്ള അഗാധമായ വെളിപ്പാട് കിട്ടിയവൻ. അത് എട്ട്, ദീർഘായുസ്സും നല്ല അന്ത്യവും ഉണ്ടായിരുന്നവൻ. ഒമ്പത്, യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം ലഭിച്ചവൻ. പത്താമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ദാനിയേൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. പ്രിയരെ, നമ്മൾ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. എത്ര മണിക്കൂർ പ്രസംഗിച്ചു എന്നുള്ളതല്ല വിഷയം. കർത്താവ് ഈ ഭൂമി വന്നപ്പോൾ ആരെയും പ്രസംഗിക്കാൻ പഠിപ്പിച്ചില്ലല്ലോ, പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചത്. എന്തുകൊണ്ടാണ്? പ്രാർത്ഥന ഭക്തന്റെ മൂർച്ചയുള്ള ആയുധമാണ്. പ്രാർത്ഥനയാൽ ഏതു സാഹചര്യങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും കീഴ്മേൽ മറിക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കപ്പെട്ടത്. ദാനിയേൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? സ്തോത്രം. യഹൂദന്റെ സാധാരണ ജീവിത ശൈലി പോലെ തന്നെ, സ്തോത്രം, ദിവസം 3 നേരം ക്രമമായി ദാനിയേൽ പ്രാർത്ഥിച്ചു. ഞാൻ വാക്യങ്ങൾ പറയുന്നില്ല. ദാനിയേൽ പ്രവചനം, സ്തോത്രം, 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാനിയേൽ 3 നേരവും ക്രമമായി പ്രാർത്ഥിച്ചു എന്ന്. സ്തോത്രം. ആ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിച്ചു വേണ്ടി പോകാം. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ, താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. നോക്കി, താൻ മുമ്പേ ചെയ്തു വന്നിരിക്കുന്ന പോലെ. ആ പ്രയോഗം എന്താ? എല്ലാ ദിവസവും ചെയ്യുന്നതാണ്. അപ്പോൾ ദാനിയേൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. സ്തോത്രം. ഇനി ദാനിയേലിനെ ദൈവം വിളിച്ചൊരു പദം എന്താണെന്നറിയാമോ? പ്രിയ പുരുഷനായ ദാനിയേലെ. ദൈവത്തിൻ്റെ പ്രിയ പുരുഷനാകാനുള്ള കാരണം ദാനിയേലിൻ്റെ ഈ പ്രാർത്ഥനാ ജീവിതമാണെന്നുള്ളതിൽ തർക്കമില്ല. സ്തോത്രം. 9-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ ദാനിയേലിനെ ആ വാക്കുകൾ കൊണ്ട് പരാമർശിക്കുന്നുണ്ട്. 9-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ, നീ ഏറ്റവും പ്രിയനാകയാൽ. കണ്ടോ, ദൈവം പറയാണ്, നീ ഏറ്റവും പ്രിയനാകയാൽ. ഇനി 10-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലെ. ധാരാ വിളിക്കുന്നത്? ദൈവം ഡയറക്റ്റ് വിളിക്കുക. സ്തോത്രം. ഇനി 10-ന്റെ 19 വരുമ്പോൾ അവിടെയും പ്രിയപുരുഷ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ദൈവത്തിൻ്റെ പ്രിയനാകാൻ, ദൈവത്തിൻ്റെ പ്രിയ പുരുഷനാകാൻ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എല്ലാ ദിവസവും ടൈം ടേബിൾ പ്രകാരമുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം ക്രമീകരിക്കാതെ എത്ര മാരത്തമൺ പ്രസംഗം നടത്തിയാലും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇടം നേടാൻ കഴിയില്ല. ദൈവത്തിൻ്റെ പ്രിയ പുരുഷൻ എന്ന പദവിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നവർ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ മുതൽ ഒരു പുതിയ പ്രാർത്ഥനാ ജീവിതത്തിനു വേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കാൻ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ഈ
ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം 3 നേരം പ്രാർത്ഥിച്ചു. അത് യഹൂദന്റെ ഒരു സിസ്റ്റമാണ്. ദാവീദും പറഞ്ഞല്ലോ, ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും ഒക്കെ സങ്കടം ബോധിപ്പിച്ച് കരയും. സ്തോത്രം. ഇനി ദാനിയേൽ രണ്ടാമത് പ്രാർത്ഥിച്ചത് രേഖ തനിക്ക് വിരോധമായപ്പോഴാണ് പ്രാർത്ഥിച്ചത്. സാധാരണ നമുക്ക് ഒരു പ്രശ്നം നമുക്ക് വിരോധമായി, അല്ലെങ്കിൽ ഒരാൾ നമ്മളെക്കുറിച്ച് മോശം പറയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാനും പറ്റുകയില്ല, പാടാനും പറ്റുകയില്ല. നമുക്ക് നമ്മളുടെ മാനസികാവസ്ഥ വളരെ മോശമായിരിക്കും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ചിന്ത മൊത്തം ആ വിഷയമായിരിക്കും. മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ഇവിടെ ദാനിയേലിനെ നമ്മൾ കണ്ടത് രേഖ വിരോധമായിരിക്കുന്നത് കേട്ടപ്പം പ്രാർത്ഥിക്കാൻ വേണ്ടി കയറി. ഇന്ന് രാവിലെ നമുക്കതൊരു പ്രചോദനമാകണം. നിങ്ങളെക്കുറിച്ച് ആരെന്തും പറയട്ടെ, ഓഫീസിൽ പ്രശ്നം രൂക്ഷമാകട്ടെ, ജോലി ചെയ്യുന്നിടത്ത് സ്ട്രഗിൾ ഉണ്ടാകട്ടെ, എനിവേ എന്ത് പ്രോബ്ലം ഉണ്ടായാലും ആ സമയത്ത് ആ വിഷയത്തിന് പ്രാധാന്യം കൊടുത്ത് മനസ്സ് കെടുത്താതെ പ്രാർത്ഥിക്കാൻ മുറിയിൽ കയറി രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് നിന്റെ കാര്യങ്ങളെ പ്രബോധിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ദാനിയേലിലൂടെ നമ്മെ ഇന്ന് രാവിലെ പണിയുകയാണ്. സ്തോത്രം. നോക്കുക, മൂന്നാമതായി ദാനിയേലിൽ ഞാൻ കണ്ട പ്രത്യേകത ചോദിച്ചാൽ, സ്തോത്രം, ഒന്നിച്ചിവർ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ ദാനിയേൽ 2-ാം അധ്യായത്തിലേക്ക് വന്നാൽ, സ്തോത്രം, 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മീശായേലിനോടും അസര്യാവോടും കാര്യം അറിയിച്ചു. എന്താ വിഷയം? മനസ്സിലായില്ലേ? രാജാവ് ഒരു സ്വപ്നം കണ്ടല്ലോ, ഒരു ദുഷ്കരമായ സ്വപ്നം. സ്തോത്രം. ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ രാജകൊട്ടാരത്തിലെ വിദ്വാന്മാരും മന്ത്രവാദികളും ആഭിചാരന്മാരെല്ലാം പരാജയപ്പെട്ടു പോയി. സ്തോത്രം. പരാജയപ്പെട്ടപ്പോൾ ആ വിഷയം ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കേണ്ടതിന് വേണ്ടി ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ദാനിയേൽ അറിയിച്ചത് പ്രകാരം ദാനിയേലിന്റെ കൂടുള്ള ആ 3 ചെറുപ്പക്കാർ, സ്തോത്രം, ഹനന്യാവും മീശായേലും അസരിയാവും, അല്ലെങ്കിൽ ശദ്രക്കും മേശക്കും അബേദ്നെഗോയും, അവരും ദാനിയേലിന്റെ കൂടെ ചേർന്ന് ഈ വിഷയത്തിന് ഒന്നിച്ച് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ഒരു കാര്യം വ്യക്തമാണ്. കർത്താവ് കർത്താവിന് 500 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം 500-ലധികം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിരുന്നു. പിന്നെ കർത്താവിന് 70 ശിഷ്യന്മാർ, 12 ശിഷ്യന്മാർ, 3 ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞത് ഭൂമിയിൽ 2 പേർ ഐക്യമതപ്പെട്ടായിരുന്നു. 500 ഐക്യമതപ്പെട്ടായിരുന്നോ, 70 ഐക്യമതപ്പെട്ടായിരുന്നോ, 12 ഐക്യമതപ്പെട്ടായിരുന്നോ, 3 ഐക്യമതപ്പെട്ടായിരുന്നോ പറഞ്ഞില്ല. കാര്യം ഐക്യമതപ്പെടാൻ കഴിയുന്ന 2 പേർക്കാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവിനോട് പറയുന്നു, ഒരു വിഷയം വരുമ്പോൾ നീ ഒറ്റയ്ക്കാകാതെ നിന്റെ അതേ ദർശനമുള്ള, ഒരുമിച്ച് നിന്റെ അതേ കാഴ്ചപ്പാടുള്ളവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ കഴിയുമെന്ന്, ഏത് രഹസ്യങ്ങളെയും ദൈവം വെളിപ്പെടുത്തി തരുമെന്ന് ഈ ദാനിയേലിന്റെ പ്രാർത്ഥനാ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഇനി 3-ാമത്തെ കാര്യം, സ്തോത്രം, ദാനിയേലിന്റെ 3-ാമത്തെ പ്രത്യേകത, താൻ വാക്തത്വം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച ആളാണ്. എന്താണ് വാക്തത്വം? വാക്തത്വം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച ആളാണ്. നമുക്ക് 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കാം. എന്താണ് വാക്തത്വം എന്ന്? സ്തോത്രം. 9:1-2, അതിൽ പ്രത്യേകിച്ച് 2-ാം വാക്യം. അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ചു. കണ്ടോ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, വചനത്തിന്റെ വായനയിലൂടെ താൻ മനസ്സിലാക്കിയ കാര്യമാണ്. യിരെമ്യാവിന്റെ പുസ്തകത്തിലൂടെ താൻ ഒരു കാര്യം മനസ്സിലാക്കി. എന്താ? ഒരു വാക്തത്വം മനസ്സിലാക്കി. എന്താ വാക്തത്വം? ഈ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും, അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു പുറപ്പാടുണ്ട്. ഇതൊരു വാക്തത്വമാണ്. ഈ വാക്തത്വം യിരെമ്യാവിലൂടെ പറഞ്ഞ വാക്തത്വം ഏറ്റെടുത്താണ് ദാനിയേൽ പ്രാർത്ഥിച്ചത്. ചില ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു വിഷയമില്ല, ചുമ്മാ എന്തെങ്കിലുമൊക്കെ വായി തോന്നിയത് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. എന്നാൽ ദാനിയേലിന്റെ പ്രത്യേകത, സ്തോത്രം, അവൻ യിരെമ്യാവിലൂടെ കേട്ട വാക്തത്വം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സ്തോത്രം. ദാനിയേലിന് ഈ പ്രാർത്ഥനയെ കുറിച്ച് പഠിച്ചാൽ, സ്തോത്രം, ദാനിയേൽ വെറുതെ പ്രാർത്ഥിക്കാൻ, ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയാ പ്രാർത്ഥിച്ചത്? ഉപവസിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ 9:3 വായിച്ചാൽ മനസ്സിലാക്കും. ഞങ്ങൾ ഉപവസിച്ചും രട്ടെടുത്തും വെണ്ണീറിലിരുന്നും കൊണ്ട്
പ്രാർത്ഥനയോടും യാചനയോടും അപേക്ഷയോടും കൂടെ കർത്താവിലേക്ക് മുഖം തിരിക്കുക. നോക്കിയേ, ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ആ ഉപവസിച്ചുള്ള പ്രാർത്ഥനയ്ക്കകത്ത് രക്തമുണ്ടായിരുന്നു, വെണ്ണീരുണ്ടായിരുന്നു, പ്രാർത്ഥന ഉണ്ടായിരുന്നു, യാചന ഉണ്ടായിരുന്നു, അപേക്ഷ ഉണ്ടായിരുന്നു. എന്നാ പ്രാർത്ഥനയാ? സ്തോത്രം. നമ്മളിവിടെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ തന്നെ പകുതിയാകുമ്പോൾ വായിക്കോട്ടെ വിടും, ഉറക്കവും വരും, മയക്കവും വരും. ഇവിടെ ഒരു മനുഷ്യനാണെങ്കിൽ പ്രാർത്ഥിക്കുമ്പം രട്ടുടുത്തേക്കുക, ഉപവസിച്ച് പ്രാർത്ഥിക്കുക, രട്ടും വെണ്ണീറുമുണ്ട്, കൂടാതെ പ്രാർത്ഥനയും യാചനയും അപേക്ഷയുമുണ്ട്. ഫൈനലി കർത്താവിലേക്ക് മുഖം തിരിച്ചുകൊണ്ടുള്ള ഉപവാസത്തോടു കൂടെയുള്ള പ്രാർത്ഥനയായിരുന്നു ദാനിയേലിന്റെ. സ്തോത്രം. ഇനി ദാനിയേലിന്റെ മറ്റൊരു പ്രത്യേകത, സ്തോത്രം, ഈ യഹൂദ ജനത്തിന്റെ പാപം ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നു ദാനിയേലിന്റെ. സ്തോത്രം. എനിക്ക് 9-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ ദാനിയേൽ പറയുന്നു, ഞങ്ങൾ പാപം ചെയ്തു. സമ്മതിക്കുക ദൈവസന്നിധിയിൽ, ഞങ്ങൾ പാപം ചെയ്തു, വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു, നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു. കണ്ടോ, മുഴുവൻ ജനത്തിന്റെ പാപവും ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. 9-ാം അധ്യായത്തിന്റെ 13-19 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 13-ാം വാക്യത്തിലും അവിടെ പറയുന്നുണ്ട്, ഞങ്ങളുടെ അകൃത്യങ്ങളെ ഞങ്ങൾ വിട്ടുതിരിഞ്ഞ്. അപ്പോൾ പാപം ചെയ്തതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പോലുള്ള അനർത്ഥം വരാൻ കാരണവും ഞങ്ങളുടെ പാവമാണെന്ന് അവിടെയും ദാനിയേൽ സമ്മതിക്കുന്നുണ്ട്. 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സ്തോത്രം, കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ. ക്ഷമിക്കണമെന്നുള്ള പദം പാപം ചെയ്തതിന് അനന്തരമായിട്ടുള്ള പദമാണ്. അപ്പോൾ ജനത്തിൻ്റെ പാപം, പ്രിയരെ, നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആ പരീശനെ പോലെ നമ്മെ നീതീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാതെ, ദാവീദ് പറഞ്ഞില്ലേ, ഞാൻ നിന്നോടല്ലോ പാപം ചെയ്തത്, ഞാൻ നിന്നോടല്ലോ എൻ്റെ പാപം ഓർമ്മപ്പെടുത്തുന്നത്. അതെ, കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ അവിടെ ആരും നിങ്ങളെ ചോദ്യം, തുറന്ന മനസ്സോടെ എല്ലാ ഫോർമാലിറ്റികളും വിട്ടുമാറിയിട്ട് പ്രാർത്ഥിക്ക്. പാപം ഏറ്റെടുത്തുകൊണ്ട്, പാപം ചെയ്തത് സമ്മതിച്ചുകൊണ്ട് പ്രാർത്ഥിര്. ദൈവം നമുക്ക് വേണ്ടി ഒരു വിടുതലയക്കും. സ്തോത്രം. ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറ്റൊരു പ്രത്യേകത, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നു ദാനിയേലിന്റെ. ദൈവകൃപയിൽ ആ 9-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സ്തോത്രം, നിന്റെ മഹാകരുണയിൽ അത്രേ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാതനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നത്. കണ്ടോ, ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ടാണ് താൻ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമ്മുടെ പ്രാർത്ഥന കർത്താവിൻ്റെ കൃപയിൽ, എൻ്റെ ഒരു നാടൻ ലാംഗ്വേജ് പറഞ്ഞാൽ കർത്താവിനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥന, ആ കൃപയിൽ ആശ്രയിച്ചു കൊണ്ടുള്ളൊരു പ്രാർത്ഥനാ ജീവിതത്തിനായി പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദാനിയേലിന്റെ മറ്റൊരു പ്രത്യേകത, ദാനിയേലിന്റെ പ്രാർത്ഥന വിഷയം നിങ്ങൾ 10-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദാനിയേൽ പ്രാർത്ഥിച്ചത്, സ്തോത്രം, എന്തിനു വേണ്ടിയാണെന്ന് അവൾ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. വളരെ വ്യക്തമായിട്ട് പറയുന്നത്, അന്ത്യകാലത്തെ തിരിച്ചറിയാനും തന്നെത്താൻ താഴ്ത്താനുമായി ദാനിയേൽ പ്രാർത്ഥിച്ചെന്ന് 10-12. സ്തോത്രം. ഉണ്ടോ? അവരെന്നോട് പറഞ്ഞത്, ദാനിയേലേ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും, ഏത് അന്ത്യകാലത്തെക്കുറിച്ച് നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതിനു വേണ്ടിയാണ്, ദൈവസന്നിധിയിൽ താഴ്ത്താനും. അന്ത്യകാലഘട്ടങ്ങളെക്കുറിച്ച്, നമ്മുടെ അന്ത്യകാലങ്ങളെക്കുറിച്ചാണെങ്കിലും ലോകത്തിൻ്റെ ആണെങ്കിലും ചില തിരിച്ചറിവുകളെ കർത്താവ് നൽകേണ്ടതിന് വേണ്ടിയുമാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. സ്തോത്രം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം. സ്തോത്രം. ദാനിയേലിന്റെ വിശുദ്ധ ജീവിതവും ദാനിയേലിന്റെ പ്രാർത്ഥനയും ദൈവം സാക്ഷിക്കുന്നു. അതും ദാനിയേലിന്റെ കാലത്ത് യെഹെസ്കേൽ എന്ന മറ്റൊരു പ്രവാചകനിലൂടെ ദൈവം സാക്ഷ്യം കുറിക്കുന്നു. യെഹെസ്കേൽ പ്രവചനത്തിൽ ദാനിയേലിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദൈവം സാക്ഷ്യം പറയുന്നൊരു ഭാഗമുണ്ട്. സ്തോത്രം. യെഹെസ്കേൽ 14-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ, സ്തോത്രം, നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നിവർ 3 പുരുഷന്മാർ ഉണ്ടായിരുന്നാലും, നോക്ക്, ദൈവം ദാനിയേലിനെ കുറിച്ച് അവിടെ സാക്ഷി പറയുന്നുണ്ട്. കൂടാതെ 20-ാമത്തെ വാക്യത്തിലും, സ്തോത്രം, നോഹയും ദാനിയേലും ഇയ്യോബും അതിൽ ഉണ്ടായിരുന്നാലും. അപ്പോൾ ദാനിയേലിന്റെ പ്രാർത്ഥനാ ജീവിതം, ദാനിയേലിന്റെ വിശുദ്ധ ജീവിതത്തിന്റെ സമർപ്പണം എല്ലാം
ദൈവം മറ്റൊരു പ്രവാചകനിലൂടെ സാക്ഷ്യം കുറിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. ദാനിയേൽ എന്ന മനുഷ്യൻ ദീർഘായുസോടുകൂടെ പ്രതിസന്ധികളുടെ മുന്നിൽ തോറ്റുപോകാതെ വിജയിച്ചുകൊണ്ടൊരു ആത്മീക ജീവിതം നയിച്ചതിനും ദൈവത്തിൻ്റെ പ്രിയ പുരുഷനായതിൻ്റെയും പുറകിലുള്ള ഏക മിസ്റ്ററി, ഏക മർമ്മം അവൻ്റെ പ്രാർത്ഥനാ ജീവിതവും തിരുവചന ധ്യാനവുമായിരുന്നു. നമുക്കും ഇന്ന് രാവിലെ സമയം ദാനിയേലിനെ പോലെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള, പാപം ഏറ്റെടുത്തുകൊണ്ടുള്ള, വാക്തത്വം ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള സ്തോത്രം, ദൈവസന്നിധിയിൽ കാലങ്ങളെ തിരിച്ചറിയാനും ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മയും സഹായിക്കട്ടെ എന്ന ആഹ്വാനത്തോടെ ഈ തിരുവചന ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നസ്രയനായ യേശുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഇവിടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ചലനം ഉണ്ടാക്കണം. ദാനിയേലിനെ പോലെ പ്രിയ പുരുഷനെ എന്നുള്ള വിളിക്ക് ഓഹരിക്കാരനാകുവാൻ പ്രാർത്ഥനാ മുറിയിൽ സമയം ചെലവഴിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയുടെ ആത്മാവിനെ തരണം. പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം കർത്താവ് എടുക്കണം. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. കൃപയിൽ മറയ്ക്കണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ സമശിഷ്ടങ്ങളോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത വരെ ഇന്നും നീക്കമുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ജയതലിക പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ആൻഡ്